എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു കർമ്മം തുടങ്ങി വിജയിപ്പിക്കാൻ ആവശ്യമായ അല്ലെങ്കിൽ ഏത് സംരംഭമായിക്കോട്ടെ തുടങ്ങി വിജയിപ്പിക്കാൻ ആവശ്യമായ ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജ്യോതിഷ സംബന്ധമായ വസ്തുത എന്ത് എന്നുള്ളതാണ്. അത് ഒരു സംശയമില്ലാതെ നമുക്ക് പറയാം, അത് ടൈമാണ്. നമ്മൾ തുടങ്ങുന്ന സമയമാണ്. കാലാവലോകനം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനല്ലോ ഈശ്വരൻ എന്ന് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം സമയമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. പ്രത്യേകിച്ച് മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ ജനിക്കുന്ന സമയം തൊട്ട് മരിക്കുന്ന സമയം വരെയും ഉള്ളതായിരിക്കുന്ന ഓരോ ഗതിവിഗതികളുടെയും കർമ്മകാണ്ഡങ്ങളുടെയും ആകത്തുക നിശ്ചയിക്കപ്പെടുന്നത് സമയത്തിലൂടെയാണ്. ഒരു മനുഷ്യന്റെ ഗുണദോഷങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന് വന്നു ചേരുന്നത് സമയത്തിന്റെ ഗുണദോഷങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ്. അതാണ് കാലാവലോകനം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനല്ലോ. കാലസ്വരൂപനാണ് ഈശ്വരൻ. അപ്പൊ കാലസ്വരൂപനായ ഈശ്വരനെ സംബന്ധിച്ച് പ്രകൃതിയിലുള്ള ജീവജാലങ്ങൾക്ക് അതാത് കർമ്മങ്ങൾക്കനുസരിച്ച് ഫലങ്ങൾ നൽകുന്നത് കാലമാണ്. അപ്പൊ ഈശ്വരൻ തന്നെ കാലസ്വരൂപനായിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് മുഹൂർത്തം എന്ന വിഷയത്തിന് ഏറ്റവും പ്രാധാന്യം വന്നിരിക്കുന്നത്. ഏതൊരു കർമ്മവും ആരംഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഏറ്റവും സംക്ഷിപ്തവും സമഗ്രവുമായ ഒരു ചെറിയ കാലയളവിനെയാണ് മുഹൂർത്തം എന്ന് പറയുന്നത്. ഇപ്പൊ സാധാരണയായിട്ട് നമ്മള് ഈ വിവാഹ ക്ഷണക്കത്തുകളൊക്കെ അടിക്കുന്ന സമയത്ത് 10:30 മുതൽ 12:30 വരെ എന്ന് നമ്മൾ കാണാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ലോങ് ടൈം, അതായത് ഒരു 2 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു മുഹൂർത്തമല്ല. ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 24 മിനിറ്റാണ്, ഒരു നാഴികയാണ്. അപ്പം ആ നാഴികയ്ക്കുള്ളിൽ ചെയ്യാൻ പോകുന്ന കർമ്മങ്ങൾ തുടക്കം കുറിക്കുന്നതിനാണ് പ്രാധാന്യം. അവിടുന്ന് അങ്ങോട്ടുള്ള ഇംപ്ലിമെന്റേഷന് വലിയ പ്രാധാന്യമില്ല. ആ സ്റ്റാർട്ടിങ് നിങ്ങൾ ഏത് മോമെന്റ്സിലാണ് ചെയ്യുന്നത് അതിനാണ് പ്രാധാന്യം. കാരണം ഈ പ്രപഞ്ചത്തില് പഞ്ചഭൂതം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ജലം, വായു, അഗ്നി, ഭൂമി, ആകാശം. ഇങ്ങനെ 5 തത്വങ്ങളാണ്. 5 പ്രിൻസിപ്പിൾസ് ആണ്, 5 മാട്രസ് ആണ്. ഇത് സൂക്ഷ്മ സ്വഭാവത്തിൽ അതിൻ്റെ ഒരു ആവർത്തനം ഈ 5 തത്വങ്ങളുടെയും ഒരു ആവർത്തനം ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 1.25 മണിക്കൂറാണ് അതിൻ്റെ ടോട്ടൽ സമയം എന്ന് പറയുന്നത്. പഞ്ചഭൂതങ്ങളുടെ ഉദയവും അതിന്റെ കാലാവധിയും നിലനിൽക്കുന്നത് 1.25 മണിക്കൂറാണ്. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത 1.25 മണിക്കൂറിൽ വീണ്ടും പഞ്ചഭൂതോദയങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പഞ്ചഭൂതോദയങ്ങൾക്ക് ഓരോന്നിനും ഓരോ ഫലങ്ങളുണ്ട്. ജലത്തിനൊരു പ്രാധാന്യമുണ്ട്, ജലത്തിനൊരു പ്രത്യേകതയുണ്ട്, വായുവിനൊരു പ്രത്യേകതയുണ്ട്, ഭൂമിക്കൊരു പ്രത്യേകതയുണ്ട്, അഗ്നിക്കൊരു പ്രത്യേകതയുണ്ട്, ആകാശത്ത് പറയുന്നത് ശബ്ദതത്വമാണ് ആകാശം എന്ന് പറയുന്നത്. ഈ 5 തത്വങ്ങൾക്കും മനുഷ്യൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഏത് പ്രകൃതിയിൽ ഓട്ടോമാറ്റിക്കായി നടക്കുന്ന പ്രവൃത്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ മനുഷ്യനാൽ ചെയ്യുന്ന കർമ്മങ്ങളായിക്കോട്ടെ, അത്തരം കർമ്മങ്ങളുടെ ഗതിവിഗതിയെ നിയന്ത്രിക്കാനുള്ളതായിരിക്കുന്ന ഒരു പ്രത്യേകതരം ശക്തി അതിനുണ്ട്. അപ്പൊ എങ്ങനെ ഈ ശക്തി വരുന്നത്? അതിപ്പം പ്രപഞ്ചത്തിന്റെ ടോട്ടൽ ഒരു അവസ്ഥ എടുത്താൽ നമുക്ക് മനസ്സിലാവും. ഇതൊന്നും മനുഷ്യനാൽ ഉണ്ടാക്കപ്പെട്ടതൊന്നും അല്ലല്ലോ. ഈ സർവ്വഗോളങ്ങളും ഓരോരോ പൊസിഷനിൽ നിൽക്കുന്നു, അത് സ്വയം തിരിയുന്നു, അത് മറ്റുള്ള ഗ്രഹങ്ങളെ വലം വയ്ക്കുന്നു. അങ്ങനെ പല പ്രതിഭാസങ്ങളുള്ളതായിരിക്കുന്ന ഒരു മഹാസംഭവമല്ലേ പ്രപഞ്ചം എന്ന് പറയുന്നത്.
അത്തരം പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മ ചലനങ്ങളെ മനസ്സിലാക്കിയ ഋഷിവര്യന്മാർ, സയന്റിസ്റ്റ് അല്ല, ഋഷിവര്യന്മാർ അന്നത്തെ അവരുടെ ജ്ഞാനദൃഷ്ടി കൊണ്ട്, തപശക്തി കൊണ്ട്, ശരിക്കുള്ള ഇന്റേണൽ നോളജ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് താത്വിക വിചാരത്തോടു കൂടി തന്നെ, യുക്തിഭദ്രമായി താത്വിക വിചാരത്തോടു കൂടി അനലൈസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തതാണ് ഭാരതീയ ശാസ്ത്രങ്ങൾ ഓരോന്നും, പ്രത്യേകിച്ച് ജ്യോതിഷം എന്ന് പറയുന്നത്. അപ്പം ആ ജ്യോതിഷത്തിൽ, വേദത്തിന്റെ അംഗമായിരിക്കുന്ന ജ്യോതിഷത്തിൽ കണക്കിന് വലിയ പ്രാധാന്യമാണുള്ളത്. ആ കണക്ക് തന്നെ ജ്യോതിഷ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു സബ്ജക്റ്റാണ് മുഹൂർത്തം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സാധാരണ ജ്യോതിഷന്മാരെടുത്ത് പോയിട്ട് നമ്മൾ പറയും, അടുത്ത ശനിയാഴ്ച നമുക്ക് ഒരു മുഹൂർത്തം വേണം, അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച ഒരു മുഹൂർത്തം വേണം, അല്ലെങ്കിൽ അടുത്ത വ്യാഴാഴ്ച മുഹൂർത്തം വേണം. അങ്ങനെയല്ല നമ്മളോട് ജ്യോതിഷന്മാരോട് ചോദിക്കേണ്ടത്. എനിക്ക് ഒരു കർമ്മം ചെയ്ത് വിജയിപ്പിക്കാൻ ആവശ്യമായ ഏറ്റവും ശുഭപ്രദമായ മുഹൂർത്തം, ഒന്നുകിൽ വിവാഹമായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കാണുന്നതിനുള്ള മുഹൂർത്തമായിരിക്കാം. അങ്ങനെ ഓരോന്നിനുള്ളതായിരിക്കുന്ന തത്വങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് ഈ വിവാഹത്തിനുള്ള മുഹൂർത്തമല്ല നമ്മൾ ബിസിനസ്സിന് ഉള്ള മുഹൂർത്തം, വ്യത്യാസമുണ്ട്. കാരണം ഈ മുഹൂർത്തം നിശ്ചയിക്കുന്ന സമയത്ത് മുഹൂർത്ത രാശിയുടെ കേന്ദ്ര രാശികളിൽ ഏതെല്ലാം ഗ്രഹങ്ങൾ നിൽക്കുന്നുവെന്നും ആ മുഹൂർത്ത രാശിയിലേക്ക് ഈ ഗ്രഹങ്ങളുടെ പ്രത്യേകമായ ശക്തി വിന്യാസം എത്ര ഡിഗ്രി ഉണ്ട് എന്നും എത്ര ശക്തിമത്താണ് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഈ മുഹൂർത്ത സമയത്തിന്റെ ഒരു പവർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ 1 എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് 7 എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് നേരിട്ട് ഒരു പ്രകാശം വരികയാണെങ്കിൽ ആ 1 എന്ന പോയിന്റിലേക്ക് അതിന്റെ പ്രകാശം ഏതാണ്ട് പൂർണ്ണമായിരിക്കും. അതുപോലെ 1 എന്ന പോയിന്റിൽ 9 എന്ന ഒരു പോയിന്റിൽ നിന്നാണ് വ്യത്യാസമുള്ള ഡിഗ്രിക്ക് വ്യത്യാസം ഉണ്ടാവും. കാരണം 360 ഡിഗ്രി ഉള്ളതായിരിക്കും ഭൂഗോളത്തിന്റെ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളതായിരിക്കുന്ന അതിന്റെ പൊസിഷൻ അനുസരിച്ചുകൊണ്ട് അതിന്റെ ദൂരം, അതിന്റെ ക്രമം, അതിന്റെ വിന്യാസം, അതിന്റെ ശക്തി, അതിന്റെ ഡെൻസിറ്റി, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇതെല്ലാം ആ മുഹൂർത്തത്തിലേക്ക് സംഭവിക്കുമ്പോൾ മാത്രമേ ആ മുഹൂർത്തം എടുക്കുന്ന വ്യക്തിക്ക്, ആ മുഹൂർത്തത്തെ ബേസ് ചെയ്തുകൊണ്ട് ഒരു കർമ്മം ചെയ്യുന്ന വ്യക്തിക്ക് അതിന്റെ ഗുണങ്ങൾ അനുഭവപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ആചാര്യന്മാർ അതിന് 27 തരം നിയമങ്ങൾ, മിനിമമാണ് ഞാൻ പറയുന്നത്, 27 തരം നിയമങ്ങൾ. ഇപ്പൊ ഒരു മാസത്തിൽ നമുക്ക് ഒരു മുഹൂർത്തം എടുക്കണമെങ്കിൽ ആ മുഹൂർത്തം അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര തുടങ്ങി നമ്മൾ ആ അഭിജിത്ത് വരെയുള്ളതായിരിക്കും നക്ഷത്രങ്ങളുണ്ട്. 27 നക്ഷത്രമല്ല, 28 നക്ഷത്രമാണ് നമ്മൾ കൃത്യം മനസ്സിലാക്കണം. അത് പിന്നീട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ആ ഒരു മുഹൂർത്തത്തിലേക്ക് ഏതെല്ലാം തരത്തിലുള്ളതായിരിക്കുന്ന ശക്തി വിന്യാസങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിനായിക്കൊണ്ട് ആ രാശിഘടനയിൽ ഗ്രഹങ്ങൾ ഏതെല്ലാം പൊസിഷനിൽ നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. ആ പൊസിഷൻസിന്റെ അടിസ്ഥാനത്തിൽ അതിന് ചില പ്രമാണങ്ങളുണ്ട്. ആ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ആ മുഹൂർത്തത്തെ നിശ്ചയിക്കുന്നത്. ഇന്നിപ്പം സോഫ്റ്റ്വെയറിലും മറ്റുള്ള പഞ്ചാംഗങ്ങളിലൊക്കെ തന്നെ നേരത്തെ തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട്. എങ്കിലും ഇൻ കേസ് അങ്ങനെ ഒരു സംഗതി നമ്മളെ കയ്യിലില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്കത് എടുക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക. ആ സമയത്ത് നമുക്ക് മുഹൂർത്തം നിശ്ചയിക്കണമല്ലോ. അതുകൊണ്ട് അതിന്റെ പ്രമാണങ്ങൾ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് അത് ഇങ്ങനെ പറഞ്ഞു: ഉൽക്കോർവീചലനോ പരാഗണിക ഷഷ്ടാഷ്ടമി എന്ത് ചെയ്യുന്നു? അസദൃഷ്ട അരുണരാശി സ്ഥിതദൃക് സായാഹ്ന സന്ധ്യാന്തയ ഗണ്ഡാദൂഷണ വിഷം സ്ഥിരം ചകരണം രിക്ത അഷ്ടമി വിട്ടി ലാടം ഏകാഗ്രഹം വൈദ്യുതം അഹിശിസം സർവത്ര വർജ്യാമി. ഇത് 27 തരം നിയമത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. പിന്നെ വേറെ ഒരുപാട് രാശികളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മുഹൂർത്തത്തിന്റെ ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി വേറെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഷ്ടമേന്തും തൻ രാശി വിപർജിയ സർവകർമ്മസോ. അഷ്ടമത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശി ഒരു കാര്യത്തിൽ നമ്മൾ എടുക്കേണ്ടതെന്നാണ് പറയുന്നത്. അതുപോലെ ലഗ്നേ ദിവാകരോ കട്ടോ, ലഗ്നത്തിൽ സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ ആ മുഹൂർത്ത രാശി കൊണ്ട് യാതൊരു പ്രയോജനമില്ല. അങ്ങനെ ഓരോരോ പൊസിഷൻസും 12 രാശികളിലും നിൽക്കുന്നതായിരിക്കുന്ന ഗ്രഹങ്ങളുടെ ആ ഒരു ദൃഷ്ടി, ആ ഒരു അതിന്റെ മൈറ്റ്, അതിന്റെ ഡിഗ്രി, ഇതെല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് ഒരു മാസത്തിൽ നമ്മൾ മുഹൂർത്തം എടുക്കുന്ന സമയത്ത് ചില മാസങ്ങളിൽ മുഹൂർത്തം തന്നെ ഉണ്ടാവുകയില്ല. ചില മാസങ്ങളിൽ
3 4 മുഹൂർത്തമേ ഉണ്ടാവുന്നത്. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വിവാഹത്തിന് വേണ്ടി ഇന്ന മാസമാണ് നിശ്ചയിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊരു ദിവസം പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇന്ന ദിവസം മുഹൂർത്തം വേണമെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അങ്ങനെ ഒരു മുഹൂർത്തമില്ല. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ നക്ഷത്രം, ആഴ്ച, തിഥി, കരണം, നിത്യയോഗം, ഇങ്ങനെ 5 തത്വങ്ങൾ അതിൽ ഏഡ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ആഴ്ച നന്നാവണം, തിഥി നന്നാവണം, കരണം നന്നാവണം. ആഴ്ച, തിഥി, കരണം, നിത്യയോഗം, ഇങ്ങനെയുള്ള 5 തത്വങ്ങളുണ്ട്. ഈ 5 തത്വങ്ങളും പോസിറ്റീവായിട്ട് വേണം, അല്ലെ ഭൂരിപക്ഷം പോസിറ്റീവ് ആവണം. അതല്ലെങ്കിൽ ആ മുഹൂർത്തം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. അത് തന്നെ അപവാദത്തിന് കാരണമായി തീരും. കാരണം ഞാനൊരു പരിപാടി തുടങ്ങി, എന്റെ പരിപാടി വിജയിച്ചില്ല, ഞാൻ ജ്യോത്സ്യന്റെ അടുത്ത് പോയിട്ടാണ് ഈ മുഹൂർത്തങ്ങൾ നിശ്ചയിച്ചത് എന്ന് പറയുമ്പോ ആ ജ്യോത്സ്യനോട് നിങ്ങൾ സ്വതന്ത്രമായിട്ട് എനിക്കൊരു മുഹൂർത്തം വേണമെന്നാണോ പറഞ്ഞത്? അഥവാ നിങ്ങളോട് ജ്യോത്സ്യനൊരു നിർദ്ദേശം കൊടുത്തുകൊണ്ട് എനിക്ക് ഇന്ന ദിവസം ഒരു മുഹൂർത്തം വേണമെന്നാണോ പറഞ്ഞത്? എന്നാണെങ്കിൽ പോലും ജ്യോത്സ്യനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ മുഹൂർത്തത്തിന്റെ പ്രാമാണികമായ അടിസ്ഥാന തത്വത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ആ മുഹൂർത്തം നിശ്ചയിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഒരു കാരണവശാലും വരുന്ന വൃശ്ചകന്റെ ആ ഒരു ഡിമാൻഡിനനുസരിച്ച് കൊണ്ട് ജ്യോത്സ്യൻ മുഹൂർത്തം കൊടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഒരു മുഹൂർത്തം തുടങ്ങിയാൽ ആ മുഹൂർത്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കർമ്മം തുടങ്ങിയാൽ ആ പദ്ധതി വിജയിക്കാത്ത ഒരു സംശയം വേണ്ട. ആ പദ്ധതി വിജയിക്കില്ല. ആ മുഹൂർത്തം തെറ്റിയാൽ പദ്ധതി വിജയിക്കില്ല. മുഹൂർത്തം ഓക്കെ ആണെങ്കിൽ, മുഹൂർത്തം ശരിയാണെങ്കിൽ ആ പദ്ധതി വിജയിച്ചിരിക്കും, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, കാലാവലോകനം കാര്യസദ്യന്ത്രം, കാലസ്വരൂപനുള്ള ഈശ്വരൻ കാലസ്വരൂപനാണ്. ആ കാലസ്വരൂപനായിരിക്കുന്ന ഈശ്വരൻ ചില നിയമങ്ങൾ മനുഷ്യന് വേണ്ടി നൽകിയിട്ടുണ്ട്. അത് നോക്കിക്കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം, നോക്കാതെ നമുക്ക് പ്രവർത്തിക്കാം. അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. അത് വേണമോ എന്ന് നമുക്ക് നിശ്ചയിക്കാം, അത് വേണ്ട എന്നും നമുക്ക് നിശ്ചയിക്കാം. അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അതിന്റെ റിസൾട്ട്, ഒന്നിന്റെ ഗുണഘടന ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള റിസൾട്ടും ഒന്നിനെ തള്ളിക്കളയുന്ന സമയത്തുള്ള റിസൾട്ടും രണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഉത്തമനായ ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോയിട്ട്, സത്യവും ധർമ്മവും നീതിബോധവുമുള്ള ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ ഡിമാൻഡ്സ് അങ്ങോട്ട് പറയാതെ ഉത്തമമായ ഒരു മുഹൂർത്തം വേണം, അത് ഇന്ന കാര്യത്തിന് വേണം എന്നൂടെ പറയണം. ഉദാഹരണത്തിന് കട്ടിലെ വെപ്പിനുള്ള മുഹൂർത്തമല്ല നമ്മുടെ ബിസിനസ്സിനുള്ള മുഹൂർത്തമല്ല വിവാഹത്തിനുള്ളത്. അങ്ങനെ ഓരോന്നിനും ഓരോരോ മുഹൂർത്തങ്ങളുണ്ട്. ഓരോന്നിനും ഗ്രഹങ്ങളിൽ നിൽക്കേണ്ടതായിരിക്കുന്ന ഗ്രഹവിന്യാസങ്ങളുണ്ട്. ആ വിന്യാസങ്ങൾ അനുസരിച്ച് കൊണ്ടാണ് മുഹൂർത്തം നിശ്ചയിക്കപ്പെടുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കി പ്രവർത്തിക്കുക. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെങ്കിൽ വെൽ പ്ലാനിങ് ആൻഡ് വെൽ ഇംപ്ലിമെന്റേഷൻ ഈസ് ഈക്വൽ ടു ഗിവിംഗ് ദ റിസൾട്ട്, പോസിറ്റീവ് റിസൾട്ട്. ഇതാണ് നമ്മൾ എപ്പോഴും ഒരു മെക്കാനിസ്റ്റ് ആയാലും പോയാലും അതിന്റെ ഇംപ്ലിമെന്റേഷൻ, അതിന്റെ ഫിറ്റിംഗ്സ് റെഡി അല്ലെങ്കിൽ അത് റോങ് ആയിട്ടുള്ള റിസൾട്ട് തരുള്ളൂ. അതുപോലെ തന്നെയാണ് തിയറി. ഒരു തിയറിയാണ് നമ്മൾ അതിന്റെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തിയറി ശരിയല്ലെങ്കിൽ അവിടെ ജ്യോത്സ്യനെ പറഞ്ഞിട്ട് കാര്യമില്ല, ആ ശാസ്ത്രത്തെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ ശരിയാവുക, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ശരിയാവുക, നമ്മളുടെ ആ ഒരു ഇമാജിനേഷൻ ശരിയാവുക, നമ്മൾ കറക്റ്റ് ആവുക. അതിനുശേഷം നല്ല ഒരു ജ്യോത്സ്യനായിട്ട് നിങ്ങൾ പോവുക. തീർച്ചയായിട്ടും നിങ്ങൾ ആ പദ്ധതി വിജയിച്ചിരിക്കും എന്നുള്ളതായിരുന്നു സംശയം വേണ്ട. പക്ഷേ ഒരു കാര്യം കൂടെ പറയാം. ഒരു വ്യക്തിയുടെ കർമ്മകാണ്ഡം ഇന്നതാണ് എന്ന് അദ്ദേഹം ജനിക്കുമ്പോൾ തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു സംശയം വേണ്ട. കാരണം ഇവിടെ പോലീസുണ്ട്, പട്ടാളമുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, രാഷ്ട്രീയക്കാരനുണ്ട്, ഡോക്ടറുണ്ട്, എഞ്ചിനീയറുണ്ട്. ഇങ്ങനെ എല്ലാ കർമ്മങ്ങളും നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം നിങ്ങളെ കഴിവാണ്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മുടെ കഴിവാണ്. നമ്മളൊന്നും കഴിവല്ല. ഒന്നിനെ പഠിച്ചുകൊണ്ട് മറ്റൊന്നിനെ പ്രവർത്തിക്കേണ്ടതായിരിക്കുന്ന അവസ്ഥകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ മേഖലയിൽ നമ്മൾ ധാരാളം ഡോക്ടേഴ്സിനെ കാണാം, ഡോക്ടർമാരുടെ നമ്മൾ രാഷ്ട്രീയക്കാരെ കാണാം. അങ്ങനെ വിവിധ മണ്ഡലങ്ങളിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി പഠിച്ച ആളുകൾ പലവിധ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിന്റെ കർമ്മഗതി എന്താണോ, അദ്ദേഹത്തിന്റെ കർമ്മം എന്താണോ, ആ കർമ്മമേ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ റൈറ്റ് ആയിരിക്കുക. അപ്പോൾ നമ്മളുടെ എല്ലാ ആക്ടിവിറ്റീസും റെഡി ആയിരിക്കും. നമുക്ക് വേണ്ടതായ ഗുണഘടനകൾ കിട്ടും. വീണ്ടും ഞാൻ പറയാനുള്ള കാരണം, ഒരു വ്യക്തിയുടെ ഭാഗ്യ നിർഭാഗ്യങ്ങൾക്കനുസരിച്ച് കൊണ്ടാണ് ഒരു മുഹൂർത്തം നിശ്ചയിക്കപ്പെട്ടാൽ പോലും അവർക്ക് ഗുണവും ദോഷവും ലഭ്യമാകുന്നത്. ഒരു വ്യക്തിക്ക് യോഗക്കുറവുണ്ടെങ്കിൽ, ഒരു വ്യക്തി അതിന് എഫിഷ്യന്റ് അല്ലെങ്കിൽ, ജന്മനാഥന് അദ്ദേഹത്തിന് അതിന്റെ ക്വാളിറ്റി ഇല്ലെങ്കിൽ,
ആ ക്വാളിറ്റിയോട് ക്വാളിറ്റി ഇല്ലാത്തൊരു വസ്തു ചേർത്ത് വെച്ചാൽ ഒരു കാരണവശാലും അദ്ദേഹം ആ കർമ്മത്തിൽ വിജയിക്കൊരു സംശയം വേണ്ട. കാരണം മിനിമം ടെൻഡൻസി, അതിനോടുള്ള വാസനാബലം, അതിനുള്ള നമ്മളുടെ ആ ഒരു എന്താ പറയാ ആന്തരികമായിട്ടുള്ളായിരിക്കുന്ന അതിന്റെ ഒരു ടെൻഡൻസി, ആ ഒരു ടെൻഡൻസി ജനറ്റിക് ആണ്. ഒരു എഞ്ചിനീയർ എന്നുള്ളതായിരിക്കും ഒരു ജനറ്റിക് ആണ്. നമുക്ക് ഒരിക്കലും ഒരു വ്യക്തിയെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് വേറെ ഒരു രൂപത്തിലേക്ക് പോകാൻ പറ്റില്ല. അതിന് ജനറ്റിക് ആയ ഒരു വാസനാബലം വേണം. ഈ വാസനാബലമാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മളുടെ താല്പര്യം മാത്രമല്ല, നമ്മുടെ യോഗബലം കൂടെ വളരെ പ്രധാനമാണ്. യോഗബലവും അതുപോലെ മുഹൂർത്തവും ഒത്തുചേരുന്ന സമയത്ത് നിങ്ങളുടെ കർമ്മം വിജയിക്കൊരു സംശയം വേണ്ട. എഞ്ചിനീയർ ആകാൻ ജനിച്ച ഒരാളാണെങ്കിൽ എഞ്ചിനീയർ ആയിരിക്കും, സംശയം വേണ്ട. അല്ലാത്തവൻ എഞ്ചിനീയർ എന്ന പേരേ ഉണ്ടാവുകയുള്ളൂ, എഞ്ചിനീയറുടെ ക്വാളിറ്റി ഉണ്ടാവുകയില്ല. അല്ലാത്തവൻ ഡോക്ടർ ആവുകയുള്ളൂ, ഡോക്ടറുടെ ക്വാളിറ്റി ഉണ്ടാവുകയില്ല. ഇതാണ് വ്യത്യാസം. പേരിന് നമ്മൾ ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ട് ആ സർട്ടിഫിക്കറ്റ് മാത്രമല്ല എല്ലാത്തിനെയും അടിസ്ഥാനം. അദ്ദേഹത്തിന്റെ ഇന്റേണൽ ആയിട്ടായിരിക്കുന്ന യോഗം വളരെ പ്രധാനമാണ്. യോഗവും മുഹൂർത്തവും കൂടി ചേരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടും. എല്ലാവരും റൈറ്റ് ആയിരിക്കുക, കൃത്യമായിട്ടുള്ളതായിരിക്കുന്ന പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോവുക. ഓക്കെ.